ചെയ്യുമ്പോഴാണ് ഈ വചനത്തിലുള്ള യോഹന്നാൻ 5:38 മനസ്സിലാകേണ്ടത്. നീ വചനം അന്വേഷിക്കുന്നു, അതിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു. ആ നിത്യജീവൻ എവിടെ ഇരിക്കണത്? അതായത് 5:23 മത്തായി ശ്രീകാട് 5:23 എന്താണ്? നിൻ്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ നിൻ്റെ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് അവനോട് പോയി അനുരഞ്ജനപ്പെടണം. എന്തിനു വേണ്ടിയാണ് അനുരഞ്ജനപ്പെടണമെന്നാണ് മത്തായി 18:16 പറയണത്. എന്തിനാണ്? അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ എന്ത് സംഭവിക്കും? നിൻ്റെ സഹോദരനെ നീ നേടും. എന്തിനാണ്? നീതിമാന്മാരുടെ പുനരുദ്ധാന ഘട്ടം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13:43 അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. മത്തായി 13:43 കണ്ട സൂര്യൻ തന്നെ കണ്ട ബ്രാൻഡിങ് വരണ കണ്ടല്ലേ? സൂര്യൻ എന്താണ്? കർത്താവ് സൂര്യനെ കുറിച്ചേ പറയത്തുള്ളൂ, ചന്ദ്രനെ കുറിച്ചും പറയത്തില്ല. ഇതിപ്പോൾ ഭയങ്കര ട്രാപ്പാണ് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പിന്നെ ഈ തോറ്റ ആൾക്കാർക്ക് വേണ്ടി ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രൻ, നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ ട്യൂട്ടോറിയലിൽ തോറ്റവർക്ക് സ്ഥാനമില്ല. അവിടെ നോക്കിയേ, ചന്ദ്രൻ എന്നില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ അവർ സൂര്യനെപ്പോലെ ശോഭിക്കും. മഹത്വത്തിൻ്റെ സൂര്യനാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഫലം വെച്ചുകൊണ്ടാണ് ഈ ബൈബിൾ മെക്കാനിസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നീ വിചാരിക്കുമോ, ഇപ്പം ഞാനിപ്പോൾ കർത്താവ് പറഞ്ഞൊക്കെ ചെയ്തായിരിക്കും നഷ്ടമല്ലേ എന്നല്ലേ ചോദിക്കണത്. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണത്തടിച്ചവന് വേറെ ചാരണം കൂടി കാണിച്ചു കൊടുത്താൽ വീട്ടിൽ വരുമ്പോൾ മക്കൾ പറയും അപ്പം പോയി അടിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുഖത്ത് BCM വെച്ച് നടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതല്ലേ മക്കൾ പറയത്തുള്ളൂ. അവന്മാരത് പറയണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭാരതീയ മീമാംസകളിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? നരൻ പശു സമാനമാണ്. പശുവാണ്. അപ്പോൾ പശുവിനെ കുത്തിയാൽ തിരിച്ചു കുത്തും, അത്രേ ഉള്ളൂ. നരൻ മൃഗത്തെ തുല്യമാണെന്നാണ് പറയണത്. പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ സ്വഭാവം എന്താണ്? അല്ലെങ്കിൽ മൃഗത്തിൻ്റെ സ്വഭാവം എന്താണ്? കുത്തിയാൽ തിരിച്ചു കുത്തും, കടിച്ചാൽ തിരിച്ച് കടിക്കും, എല്ലാം ചെയ്യും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൈബിള് എന്താ പറഞ്ഞിരിക്കണത്? നീ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ പറഞ്ഞിരിക്കുക. കാര്യം എന്താണ്? നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പശുവിനെ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നില്ല. ഈ വിവേചനം നാം മനസ്സിലാക്കണം. ഈ വിവേചനമില്ലാത്തവർ പശുവായി ജനിച്ച് പശുവായിട്ട് തന്നെ മരിക്കും. അങ്ങനെയുള്ളവരുണ്ടാകും, മക്കളുടെ കൂട്ടത്തിലുണ്ടാകാം. ഈ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളും അപ്പനും ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലല്ലോ. ഭാര്യയും ഭർത്താവും പോലും ഇല്ല, പിന്നെയാണ് പ്രശ്നം അല്ലേ? കർത്താവ് എന്താ പറയണത്? വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ എല്ലാം ചത്തുകെട്ട് ഓരോ ഭർത്താക്കന്മാർ ചാകുമ്പോൾ അടുത്ത ഭർത്താവിനെ കിട്ടും. അവസാനം അവളും മരിച്ചു, ആ 7 ഭർത്താക്കന്മാരും മരിച്ചു. എന്നിട്ട് അവസാനം പുനരുദ്ധാനത്തിൽ ആരുടെ ഭർത്താവായിരിക്കും ആ സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈശോ എന്താ പറയണത്? അവിടെ കല്യാണം കെട്ടലും പരിപാടിയൊന്നും ഭാര്യയും ഭർത്താവൊന്നും ഇല്ല. ഇതെല്ലാം ഇവിടെ ചാപ്റ്റർ ഇവിടെ സെമിത്തേരി വെച്ച് ക്ലോസ് ചെയ്യും. അവിടെ കർത്താവിൻ്റെ കൃപ നിറഞ്ഞ ദൈവിക ജീവനാണുള്ളത്, അവബോധത്തോടുകൂടി. അപ്പോൾ ദൈവത്തെ അറിഞ്ഞനുഭവിച്ച് ആനന്ദിക്കാനുള്ള സൗഭാഗ്യത്തോടു കൂടി നിൻ്റെ ആത്മാവ് എന്തുമാത്രം അറിയുന്ന എന്തുമാത്രം നീ പ്രയോഗത്തിൽ വരുത്തുന്നുവോ ആ അറിവെല്ലാം കൃപയായിട്ട് മാറുകയും അത് നിന്റെ മഹത്വത്തിന് കാരണമാകുകയും ചെയ്യുന്ന കൈയടിച്ച് കർത്താവ് ആഴമായ വചന ബോധ്യങ്ങൾക്ക് പ്രിയമുള്ളവരെ, ഈ വചനം കർത്താവ് നൽകിയ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ആർക്കും തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ബൈബിൾ ജീവിക്കുന്നത് കഠിനമാണെന്ന്. അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിനമായ ചില വചനങ്ങൾ ജീവിച്ചതിൻ്റെ പേരിൽ നഷ്ടം വന്നവരുണ്ട്, എക്സ്ട്രാ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. അവർ ഡെസ്പാകണ്ട. അതെന്ത് ചെയ്യണം? അവർ നിത്യജീവന് വേണ്ടി അത് നീക്കി വെക്കണം. കാര്യം എന്താ? കഠിന വചനങ്ങൾ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞുള്ള കേസില്ലേ, എന്താ കേസ്? അതായത് ഇപ്പോൾ മൂത്ത ചേച്ചി കല്യാണം കഴിച്ച് വിട്ടു,
നടുവത്ത് ചേച്ചി കല്യാണം കഴിച്ചപ്പോൾ കുടുംബം റപ്റ്റായി. നിൻ്റെ കല്യാണം വന്നപ്പോൾ അപ്പനും അമ്മയും മരിച്ചു. അപ്പം നീ 10 കൊല്ലം എന്തുണ്ട് നിനക്ക് ബാലൻസ്? മൂത്ത ചേച്ചി കുടുംബം വിറ്റ് കെട്ടിച്ച് വിട്ട ചേച്ചി വന്ന് തിരക്കണില്ല അപ്പനും അമ്മയും. അപ്പനും അമ്മയും കിടപ്പ. അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കട്ടിലാണ്. നിനക്ക് എന്ത് കിട്ടി ഈ ജീവിതത്തിൽ? കുടുംബത്തിൻ്റെ അടുത്ത് കെട്ടിച്ച് വിട്ട നടുവത്തെ ചേച്ചി തിരക്കണില്ല. അവിടെ മക്കളെ കാനഡയിൽ വിടാൻ വേണ്ടിയുള്ള തിരക്കാണ് അവർ. ഈ അപ്പനും അമ്മയും നിൻ്റെ മുതുകത്തായിരിക്കണേ. നിനക്കാണെങ്കിൽ വരുമാനം കുറവാണ്. അവരാരും ഇങ്ങോട്ട് വരണമില്ല. വല്ലപ്പോഴും വന്നിട്ട് 500 തന്നിട്ട് പോകും. ഇതാണ് നിൻ്റെ ജീവിതം. ഇതാണ് കഠിന പദമെന്ന് പറയണത്. എന്നിട്ട് നീ നിൻ്റെ സ്നേഹത്തോടെ ക്ഷമയോടെ നിൻ്റെ മാതാപിതാക്കന്മാരെ നോക്കിയ ദൈവപൈതലെ നിൻ്റെ പ്രതിഫലം. 6:35 എടുത്ത ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 6:35. എന്നാൽ നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഇതാണ് കഠിന പദങ്ങളെന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പ്രതിഫലമില്ലാതെ നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ, എള്ളവളങ്ങണത് എണ്ണ കിട്ടാം, പാറ്റാപ്പുഴി കൊടുക്കണത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. ഇവിടുന്ന് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തത് വേറെ ആൾക്കാർ. അപ്പോൾ നിനക്ക് ചില സമയത്ത് അപ്പനും അമ്മയും കൂട്ടുവന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അപ്പനും അമ്മനും പ്രാകാൻ തോന്നും. ജീവിതകാലം മുഴുവൻ നീ രാവിലെ എഴുന്നേക്കണത് തന്നെ പ്രാഗിക്കാൻ എഴുന്നേക്കണത്. ദൈവത്തിലെ സ്വർഗം നിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ തിരിച്ചറിയാത്തത് വചനം അറിയാത്തത് കൊണ്ടാണ്. വചനം അറിയുന്ന വ്യക്തികൾ, അതായത് നിനക്കറിയാമല്ലോ, മക്കളുള്ളവരും മക്കളില്ലാത്തവരും അവസാനം ഒരുപോലെയാകും. കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും അവസാനം ഒരുപോലെയാകും. വസ്തുക്കളുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാകും. പക്ഷേ ഒരുപോലെ ആകണമ്പോഴേ ആരുടെ കൂടെയാണ് ദൈവം നിൽക്കണത്, ആർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ പറ്റണത്, അവനാണ് കോടീശ്വരൻ എന്ന് പറയുന്നത്. അവൻ കൃപയുടെ കോടീശ്വരനാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈശോ പറയും, നിങ്ങൾ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ അനീതി, വൈ കാൻറ്റ് യു സഫർ ഇൻജസ്റ്റിസ്? പത്തോസ് ചോദിക്കണം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല? ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? ചില സമയത്ത് ദ്രോഹം ക്ഷമിക്കാനൊരു കൃപ കിട്ടും, വഞ്ചന സഹിക്കാനൊരു കൃപ കിട്ടും. ഇത് കൃപയാണ് ശരിക്കും, ദ്രോഹം ക്ഷമിക്കാനും വഞ്ചന സഹിക്കാനും. ഞാൻ ചില സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഞാൻ അവളോട് ചോദിക്കും, എടി നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ അവൻ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് പിന്നെ വരാതിരുന്നതാണ്? അടുത്തവരപ്പോൾ ചോദിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ, എടി നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്? അത് എന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്. അവൻ്റെ അമ്മയുടെ വർത്തമാനമാണ് അയാൾ കേൾക്കണത്. അത് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വചിരിക്കണേ, കണ്ടാ, ഐ കാൻറ്റ് ഡു സഫർ ഇൻജസ്റ്റിസ്. എൻ്റെ ദൈവത്തെ നിത്യതയുടെ കൊളുത്തപ്പെട്ടൊരു വിളക്ക് നിൻ്റെ ജീവിതത്തിൽ മുമ്പിൽ തെളിച്ച് വെച്ചിട്ട് കാണുന്നില്ലെങ്കിൽ നീ ബിബ്ലിക്കലി സ്പീക്കിംഗ് യു ആർ എ ബ്ലൈൻഡ് വുമൺ. മനസ്സിലായില്ലേ? നിത്യതയുടെ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന കർത്താവ് അനീതി സഹിക്കാൻ, ദ്രോഹം ക്ഷമിക്കാൻ ഒരവസരം, അത് നിത്യതയുടെ വിളക്കാണ്. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ അന്ധയാണെന്ന കർത്താവ് പറയുന്നത്. ശ്രുതികടേ, ഞങ്ങൾക്ക് മുമ്പിൽ തെളിയപ്പെട്ടിരിക്കുന്ന നിത്യയുടെ വിളക്കുകൾ തെളിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. നീ എന്നോട് ഒരു ദിനാറയ്ക്ക് സമ്മതിച്ചതല്ലേ, നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. ആര് പറഞ്ഞാണത്? കർത്താവ് പറഞ്ഞാണ്. എന്ന് പറഞ്ഞതാണ്, ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞാണ് അല്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മൾക്കാണ് തോന്നുന്നത് അനീതിയാണെന്ന്. ദൈവം എനിക്ക് മക്കളെ തന്നില്ല, ദൈവം എനിക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാർ തന്നില്ല, എനിക്ക് ശനിയാഴ്ച കാറും എടുത്തുകൊണ്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. നീ അനിയത്തിയെ നോക്കിയിരിക്കണേ.
നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണത്? നിനക്ക് സ്നേഹമുള്ള ഭർത്താവിന് തന്നെയല്ല, അയാളുടെ മൊബൈൽ നോക്കുമ്പോൾ വേറെ ആൾക്കാരുടെ പേരൊക്കെ കേൾക്കുന്നത്. അയാൾക്ക് രാത്രിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തുനിന്ന് വിളിക്കണേ കാണാം. ഇയാൾ ഏത് പണ്ടാടത്തിനെ വിളിക്കണം ദൈവത്തിന് അറിയാം. അപ്പം നീ മോന്തം കയറ്റി വന്ന് നിൻ്റെ കൂടെ ഈ മനുഷ്യൻ്റെ കൂടെ കിടക്കുകയാണ് നീ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നിത്യതയോട് നിന്നെ അടുപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് പറയുന്നത് എന്താണ്? ഈ ഭർത്താവായാലും നാളെ മാഞ്ഞു പോകും, ഈ ഭൂമിയിലുള്ള എല്ലാം മാഞ്ഞു പോകും. മാഞ്ഞു പോകാത്ത സ്നേഹത്തിനായി നീ ദാഹിക്കണമെന്ന് എന്നോട് പറയുകയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു ഹൃദയം വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, മാഞ്ഞു പോകാത്ത വസ്തുക്കളും മാഞ്ഞു പോകാത്ത വസ്തുക്കളും മാഞ്ഞു പോകാത്ത വ്യക്തികളും മാഞ്ഞു പോകാത്ത വ്യക്തികളും മാഞ്ഞു പോകാത്ത ജീവിതവും കണ്ടെത്തുവാൻ എന്നെ ഇന്നുള്ള കഷ്ടപ്പാടുകളെ സമീപിക്കുവാൻ അഭിഷേകം നമുക്ക് നൽകണമേ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈശോ ഈ ലോകത്തെ സങ്കടങ്ങളെ എടുത്തിട്ട് പറയും. എന്താ പറയണത്? 8:18 എടുത്ത റോമ 8:18 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ പറഞ്ഞ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. കഷ്ടതകളെ എന്ന് നിസ്സാരമാക്കുന്നു അന്ന് നീ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്തിരിക്കുന്നു. കഷ്ടത ഇല്ലെന്നല്ല പറയണത്. ഓരോ കഷ്ടതയെ ദൈവം അഡ്രസ്സ് ചെയ്യുന്ന രീതിയുണ്ട്. സ്വർഗത്തെ വെച്ച് വേണം കഷ്ടതയെ അഡ്രസ്സ് ചെയ്യാൻ. എങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണ്. അതായത് നമ്മൾ കഷ്ടതയുണ്ട് നമുക്ക്. എന്താ കാര്യം? സ്നേഹിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ സ്നേഹിക്കാത്ത നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയെ മനസ്സിലാക്കാത്ത ജീവിത പങ്കാളി, മക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് പനി വന്നാൽ പോലും മക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരുടനെ ഇപ്പോൾ ചാകാൻ പോണ പോലുള്ള അഭിപ്രായം കാണിച്ച് മമ്മി നോക്കിയില്ല, പപ്പ നോക്കിയില്ല. ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിന് പോയ ആൾക്കാരുടെ നിലവിളി കേൾക്കണം ഫോണിൽ. എന്ത് പരിപാടിയാണ്? നിങ്ങൾക്ക് എൻ്റെ കാശ് മാത്രം മതി, എനിക്ക് അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണില്ല. അമ്മയുടെ പാസ്പോർട്ട് എടുത്തേക്കണേ ഇപ്പോഴാണേ. 6-ാം മാസമോ 7-ാം മാസമോ ആയപ്പോഴാണ് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നേ. കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള പെൺപിള്ളേർ പ്രസവിക്കാറുണ്ട്. നമുക്ക് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മമ്മിയെയും കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ മറ്റേ മമ്മി ഉടക്കും, ഭർത്താവിൻ്റെ മമ്മി ഉടക്കും. അപ്പോൾ ഈ 2 കക്ഷികളെ കെട്ടിയെടുത്തില്ലെങ്കിൽ നമുക്ക് 3.5 ലക്ഷം രൂപ ലാഭം. അതിനിവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ശരിയാവുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡറത്. ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡർ, മമ്മിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഓർഡറത്. പക്ഷേ അത് ഇപ്പം നിനക്ക് എൻ്റെ ആവശ്യം ഉണ്ടായപ്പോഴല്ലേ എൻ്റെ പാസ്പോർട്ടും ഫോട്ടോയൊക്കെ തിരക്കണമെന്ന് മമ്മി ചോദിക്കുക. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി മമ്മിയുടെ വാപത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാടെന്ന് അറിയണ്ടല്ലോ, കാശ് മാത്രം മതിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തെറ്റ് മറച്ച് വെച്ചുകൊണ്ട് മമ്മിയുടെ തെറ്റ് ഊതിക്കത്തിച്ചിട്ട് സ്കൂട്ടാകണ പരിപാടി. മകളെ എവിടം വരെ ഓടും? ഓന്തോടിയ വെയില് വരെ. ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഓടണമെന്ന് ഓർത്തേക്കണം. സത്യസന്ധമല്ലാത്തൊരു വർത്തമാനം പറയരുത്. വിശുദ്ധമായ അധരങ്ങളുണ്ടായാൽ ഉടമ്പടി നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ശ്രദ്ധിക്കട്ടെ. കഠിന പദങ്ങളും കഠിന അനുഭവങ്ങളും സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുമ്പോൾ നിനക്ക് 20 മാർക്ക് കിട്ടും. നിങ്ങളെപ്പോഴും ചെയ്യണം എങ്ങനെയെന്നറിയാവോ? ഇത് ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത പിള്ളേരെ പോലെയാണ്. പരീക്ഷ പേപ്പർ കാണുമ്പോൾ തന്നെ മൊത്തം അങ്ങോട്ടിരുന്ന് എഴുതാൻ തുടങ്ങും. പരീക്ഷ പേപ്പർ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ എടുത്ത് നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻ പോണ പോലെ, വന്ദേ ഭാരത് പോണ പോലെ ഒറ്റ പോക്കാണ് പരീക്ഷ എടുത്ത്. അതെന്താ സംഭവം? എഴുതി വന്നിട്ട് അവസാനം 2.5 മണിക്കൂർ പരീക്ഷയ്ക്ക് 1:45 കഴിഞ്ഞപ്പോഴും 10-60 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നോക്കിയപ്പോൾ എന്താ പറ്റിയതിരിക്കണത്? 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? എല്ലാ ചോദ്യങ്ങൾക്കും 2 മാർക്ക് 1 മാർക്കേ ഉള്ളു. ബാക്കിയുള്ള ചോദ്യം 2 ചോദ്യമുണ്ട്, 20 മാർക്കിൻ്റെ. ഈ 20 മാർക്കിൻ്റെ ചോദ്യം ആദ്യമേ എഴുതി വെച്ചെങ്കിൽ ഇപ്പോൾ ഇനി സമയവും തീർന്നു. ഇതാണ് ഈ പ്രശ്നം. മേജർ ഇഷ്യൂസും
ലൈറ്റ് ഇഷ്യൂസ് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എൻ്റെ മക്കളെ ജീവിതത്തിൽ 20 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം, ഉത്തരം എഴുതിയിരിക്കണം. എന്ന് വെച്ചാൽ കഠിന പദങ്ങളാണ്, ക്രാക്ക് ചെയ്തിരിക്കണം. എല്ലാം നിങ്ങൾ സിമ്പിളാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാം സിമ്പിളാക്കി തരും. നമ്മുടെ സമയം തീരുമ്പോൾ നമുക്ക് നിത്യതയുടെ മാർക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടാകത്തില്ല. നമ്മുടെ 65 വയസ്സിൽ 70 വയസ്സിൽ നമ്മൾ ഗുഡ് ബൈ പെടുന്ന പോകുമ്പോൾ നോക്കുമ്പോൾ 1-2 മാർക്കിൻ്റെ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. 10 രോഗികളെ കണ്ടു, കുറച്ച് പത്രം കൊടുത്തു, പിന്നെ അത്യാവശ്യം കുഞ്ഞു കാര്യങ്ങൾ, സൽപ്രവർത്തികളാണ് ശരി. പക്ഷെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ സുവിശേഷവിധമായി ജീവിക്കുക. ജീവിതത്തിലൊരു ചില ആൾക്കാർ, ഞാനൊരു അമ്മയെ ഒരു ദിവസം പരിചയപ്പെട്ടു. ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ആർക്ക് 72 വയസ്സ് ഇപ്പോഴും ഉണ്ട്. എന്നെ കണ്ടപ്പോഴും നിലവിളിച്ച് എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛനെ പോലെ ഇരുന്നേനെ വന്ന്. എന്ത് ഞാൻ പറഞ്ഞ് തീർന്ന്, അവിടെ സമയം തീർന്ന്, അവിടെ സമയം തീരുകയാണ്, അവിടെ പരീക്ഷ തീരുകയാണ്. അവർക്ക് ഒറ്റയടിക്ക് ഒരു 50 മാർക്കിൻ്റെ ചോദ്യം ഉത്തരം എഴുതാനുള്ള സമയം കൊടുത്തു. ഈ പാർട്ടി ഇപ്പോഴും ഉത്തരം എഴുതിയിട്ടില്ല. എന്താ പറയണത്? 72, അവർക്ക് മക്കളില്ല, 72ാമത്തെ വയസ്സ് എന്നെ കാണുമ്പോൾ പറയുകയാണ് എനിക്കൊരു മകനുണ്ടായെങ്കിൽ ഇപ്പോൾ അച്ഛനെപ്പോലെ ഇരുന്നേനെ വന്ന്. ദാറ്റ് മീൻസ് ദൈവം എനിക്കത് തന്നില്ലെന്നാ പ്രശ്നം. എൻ്റെ ദൈവമേ, ദൈവം എന്ത് തന്നു? ആ തന്നത് കൊണ്ട് സംതൃപ്തിപ്പെട്ടാൽ അനുഗ്രഹമല്ല, ദാറ്റ് ഇസ് ഗ്രേസ്, അതാണ് കൃപ. കൈ ഇടിച്ച് കിടത്താൻ ഇവിടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, മക്കൾ ഇല്ലാത്തത്, മദ്യപാനിയായ ഭർത്താവ്, സ്നേഹിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ എന്ത് വിഷയം, അമ്മയാകാം മരുമകളാകാം, നമുക്ക് സ്നേഹം കിട്ടണില്ല. അതുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില മരുമക്കൾ നമ്മളെ സ്നേഹിക്കണില്ല എന്ന് നമ്മൾ പ്രീ സപ്പോസ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അതിനെ വരെ എന്ത് ചെയ്യും? കെട്ടിച്ചുവിട്ട മകളുടെ കല്യാണം മുടക്കിക്കൊണ്ട് അവളെ വീട്ടിൽ വിളിച്ചു ചേർത്തു. പണിയേ അമ്മ. എങ്ങാനും കർത്താവ് ഇന്നാണ് വരണമെങ്കിൽ, നേരെ വരികയാണെങ്കിൽ പല അമ്മായിയമ്മമാരും കുടുങ്ങും, സത്യമായിട്ടും കുടുങ്ങും. കർത്താവ് ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, കാലപ്പിടിച്ച് നിലത്തിലടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കാണുമ്പോൾ തന്നെ. എന്താ കാര്യത്തിൽ നിങ്ങളെന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ മകളെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ മകൻ്റെ കുറ്റം മുഴുവനും, മരുമകൻ്റെ കുറ്റം മുഴുവൻ പറഞ്ഞ് ഇവളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എത്ര പിശാചുക്കളാണെന്നറിയാവാ. ഇത്രയും കുടുംബങ്ങൾ കലങ്ങിയതിൻ്റെ പിന്നിലെല്ലാം പെണ്ണിൻ്റെ അമ്മമാരുടെ റോള് ഭയങ്കരമാണ്. ഒരു സംശയമില്ല. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണെന്ന് പറയണത്. ഇത്രയും കൗൺസിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 21 ലക്ഷം. എത്ര കാര്യം, അച്ഛനായപ്പോൾ തുടങ്ങിയ ജോലിയല്ലേ ഇത്? ഇപ്പം തുടങ്ങിയത് പുതിയതായിട്ട് ധ്യാനകേന്ദ്രം തുടങ്ങിയല്ലോ ഇത്. എത്ര വർഷമായി? 87 തുടങ്ങിയതാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ കൂദാശയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അവൾ അമ്മയുമല്ല അപ്പനുമല്ല. നിങ്ങൾ ആളെ തിരിച്ചറിയണം. സാത്താനാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കൂദാശയുടെ ബലം നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ ഇന്നലെ എലിസബത്ത് ആൻ്റണി എന്താ ഇവിടെ സംസാരിച്ചത്? എൻ്റെ ഭർത്താവ് അവിശ്വാസിയാണ്. അവർ പറഞ്ഞില്ലേ, എൻ്റെ ഭർത്താവ് അവിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വാസമില്ല. പക്ഷേ അദ്ദേഹത്തിന് കോവിഡ് വന്നപ്പോൾ എൻ്റെ ബ്രദറ് ഉടമ്പടി എടുത്ത ആളാണ്. എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് ഉടമ്പടി തലയിൽ തന്നിട്ട് നെറ്റിക്ക് പൂശിയിട്ട് ഓൺലൈനിൽ വീഡിയോ കോളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ശ്വാസം കിട്ടണത് 48% മാത്രമേ എൻ്റെ ലങ്സ് വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ മരണത്തോട് അടുക്കിയിരുന്നു. അപ്പോൾ ഉടമ്പടി തലം തേച്ച് എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സുഖപ്പെട്ടു. എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് സുഖപ്പെട്ടു, പക്ഷേ നടക്കാൻ പറ്റണില്ല, പെട്ടെന്ന് വീഴും, തല ചുറ്റും. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പോയി, അദ്ദേഹം പൊളിറ്റിക്കലിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയും വലിയ ദുരന്തം സഹിക്കാൻ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ കർത്താവിൻ്റെ കണ്ണീരിട്ടു, കർത്താവെ എൻ്റെ ജീവിത പങ്കാളി തിരിച്ച് ജീവിതത്തിലേക്ക് വരണം. അപ്പോൾ അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ ചെയ്തത്, കർത്താവെ നീ പറഞ്ഞിട്ടുണ്ട്, ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, അത് ഭയങ്കര റിച്ചാണ് ആ സാക്ഷ്യം. നീ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണ്. എന്താ അവരെ കോട്ട് ചെയ്യുക, വചനം കോട്ട് ചെയ്യും. എന്താ പറഞ്ഞാൽ കോട്ട് ചെയ്തിരിക്കണത്? മത്തായി ശ്രീകാരുടെ സുവിശേഷം 19:5 എന്താ പറയണത്? ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണ്, ദൈവം യോജിപ്പിച്ചതാണ്, ഒരു ശരീരമാണ്, അവർ രണ്ടല്ല. അപ്പോൾ ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണെന്ന് അതും പറഞ്ഞുകൊണ്ട് അവരെന്തിനാ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല,
എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കാലെ പെരട്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്. എന്നിട്ട് എൻ്റെ കാലെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് പെരട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലുകൾക്ക് കർത്താവ് ശക്തി കൊടുത്തു, അതിൽ എഴുന്നേക്ക് നടന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ.